പണ്ട് കാലത്ത് കളിക്കളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന മത്സരങ്ങളൊക്കെ വീണ്ടെടുക്കുകയാണ് കാര്യവട്ടം ക്യാമ്പസ്. കാര്യവട്ടം ക്യാമ്പസിലെ കേരള പഠന വിഭാഗത്തിന് കീഴിലാണ് വിവിധ കോളേജുകളിലെ കുട്ടികളെ ഉൾപ്പെടുത്തി പഴയ കളികളൊക്കെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തിയത്. 2 ദിവസമായി തുടരുന്ന ചെറുതുകളുടെ ചെറുത്തുനിൽപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഇന്ന് അവസാനിക്കും. പഴമയിലേക്ക് മടങ്ങിപ്പോവുകയാണ് കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. പണ്ട് കുട്ടികൾ ഒരുമിച്ചിരുന്ന് കളിച്ച കളികളൊക്കെയും പുതിയ തലമുറയെ പരിചയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. അതായാലും സ്നേഹവും ഒത്തൊരുമയുമാണ് ഓരോ മത്സരങ്ങളും കുട്ടികളിൽ എത്തിക്കുന്നത്. കാര്യവട്ടം ക്യാമ്പസിൽ കേരള പഠന വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ചെറുതുകളുടെ ചെറുത്തുനിൽപ്പ് എന്ന പേരിൽ കൈവേല മത്സരങ്ങളും പണ്ടത്തെ വിവിധ കളികളും സംഘടിപ്പിക്കുന്നത്. കുളം കര മുതൽ ഈർക്കിൽ കൊണ്ടുള്ള ചൂൽ നിർമ്മാണം വരെയുള്ള മത്സരങ്ങൾ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിലുള്ള സൗഹൃദം വളർത്തുക, ഒറ്റപ്പെടുന്ന അന്തരീക്ഷത്തിൽ നിന്നും കൂട്ടായ്മയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രപ്പോസൽ കൊടുത്തത്. അത് വളരെ സന്തോഷപൂർവ്വം തന്നെ അതിന്റെ ഗൗരവം മനസ്സിലാക്കി സർവകലാശാല അധികാരികൾ അംഗീകരിക്കുകയും സിൻഡിക്കേറ്റ് അംഗീകരിക്കുകയും കേരള പഠന വിഭാഗം നടത്തുന്നതിന് അത് അനുമതി നൽകുകയും ചെയ്തു. ഓരോ മത്സരത്തിലും വിജയിക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ സമ്മാനമുണ്ട്. സമ്മാനമൊന്നുമല്ല, രസകരമായ കളികളിൽ പങ്കെടുക്കാൻ കഴിയുന്നത് തന്നെ ഏറെ സന്തോഷമെന്ന് കുട്ടികൾ. ചിലതൊക്കെയും ഇതുവരെ കേട്ടിട്ടില്ലാത്ത മത്സരങ്ങളാണ്, എങ്കിലും ആവേശത്തിനൊട്ടും കുറവില്ല. മൊബൈൽ ഗെയിമുകളിലേക്ക് നമ്മൾ മാറുകയാണ്. ആ സമയത്ത് നമ്മുടെ പഴയകാലത്തെ പല കളികളുണ്ട്. അവിടെയൊക്കെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ മാത്സര്യമാണ് മൊബൈൽ ഗെയിമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ന് മാത്സര്യമല്ല, അതിനപ്പുറത്തേക്ക് പാരസ്പര്യത്തിന്റെ കളികളാണ് നമ്മുടെ കേരള വിഭാഗം വെക്കുന്നത്. ഇത് ഭയങ്കര നൊസ്റ്റാൾജിക് സാധനമാണ്. സ്കൂളിൽ ഒരു 8-9 ക്ലാസ് വരേക്കും ഭയങ്കര ഒരു ചാമ്പ്യനെ പോലെ കളിച്ചതാണ്. അതിനുശേഷം വലിയൊരു ബ്രേക്കായി ഇപ്പൊ ഈ ക്യാമ്പസിൽ ഇങ്ങനൊരു കളി നടത്തിയപ്പം ശരിക്കും ചൈൽഡ്ഹുഡിലോട്ട് തന്നെയാണ് പോയത്. കുട്ടികളെക്കാൾ ആവേശമാണ് പരിപാടി സംഘടിപ്പിച്ച അധ്യാപകർക്ക്. അവർക്ക് ഇതൊക്കെയും ഓർമ്മകളിലേക്കുള്ള തിരിച്ചുപോക്കാണ്. എല്ലാ കോളേജുകൾക്കും മെയിൽ കൊടുത്തിരുന്നു, നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നു, അതുകൊണ്ട് അവിടെ നിന്നുള്ള കുട്ടികളെ പങ്കെടുപ്പിക്കണം. മത്സരമാണ്, അതപ്പം കുട്ടികൾ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ക്യാഷ് പ്രൈസ് ആണ് കൊടുക്കുന്നത്. ക്യാഷ് പ്രൈസ് തന്നെയാണ് കൊടുക്കുന്നത്. വളരെ ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിലും ക്യാഷ് പ്രൈസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. രജിസ്ട്രേഷൻ ഫീ ഒന്നും നമ്മൾ ഇല്ല. പകിടകളി, കുട്ടിയും കോലും, സാറ്റ് കളി തുടങ്ങിയവയും, ഓലപ്പന്ത് നിർമ്മാണം, ചിരട്ടത്തവി നിർമ്മാണം, ഈർക്കിൽ ചൂൽ നിർമ്മാണം തുടങ്ങിയ മത്സരങ്ങളൊക്കെയും പരിപാടിയുടെ ഭാഗമായി നടന്നു. വരും വർഷങ്ങളിലും കൂടുതൽ വിപുലമായ രീതിയിൽ ചെറുതുകളുടെ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കണമെന്നാണ് അധ്യാപകരുടെ ആഗ്രഹം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.